നമ്മൾ പൊതുവെ പറയും ആർട്ടാണ് നമ്മളെ ചൂസ് ചെയ്യണതെന്ന് പറയും. ഇപ്പോൾ അയച്ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ലൈഫ് കുഡ് ഹാവ് ബീൻ വെരി ഡിഫറെൻറ്റ്. അതേപോലെ തന്നെ ഞാൻ സൈക്കോളജി ഒക്കെ പഠിച്ച് മലപ്പുറത്ത് ഇരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെയും ലൈഫ് കുഡ് ഹാവ് ബീൻ വെരി ഡിഫറെൻറ്റ്. അപ്പോൾ ഡു യു ബിലീവ് ദറ്റ് ആർട്ട് ചൂസ് യു? അതെ അതെ നമ്മൾ ചൂസ് ചെയ്യാൻ ഓപ്ഷനില്ല. നമുക്ക് സംഭവിക്കണത് മറ്റേ പറഞ്ഞ പോലെ ഏത് അരിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഇത് ആർക്ക് ഭക്ഷണമായി മാറണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഷിവില പറഞ്ഞ ഫീൽ ഉണ്ടാവും. ആ നമ്മളെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആർട്ടിനൊരു പ്രത്യേക ശീലമുണ്ട്, പിന്നെ അങ്ങ് വിടും. ആ അപ്പം നമ്മളേക്ക് ഇതെന്ത് പരിപാടിയാണ് അത് ആ ടെസ്റ്റാണത്. ആ ഓക്കെ ടെസ്റ്റ് സക്സസ്ഫുൾ ആയാൽ മതി. ഓക്കെ ആ ടെസ്റ്റ് ത്രൂ ഔട്ട് ഉണ്ടാവണമെന്നില്ല. ആ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറും, പിന്നെയും വരും. ഇപ്പം മലർവാടി കഴിഞ്ഞായിരുന്നു എനിക്ക് ഈ ടെസ്റ്റ്. ഓക്കെ മലർവാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ളവരടുത്ത് പോയി ചാൻസ് ചോദിക്കാൻ വേണ്ടി. അപ്പം വിച്ച് സ്റ്റിൽ ഇന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാ സിനിമയും ചെയ്യുന്നത് ഞാൻ കുറച്ചപ്പോൾ സിനിമകൾ കുറവും. കാര്യം നമ്മൾ അങ്ങനെ നോ പറയുന്നതുകൊണ്ട്, ആ അല്ലെങ്കിൽ ചിലത് നമ്മൾ എടുക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് കുറയും. മനസ്സിലായി? അപ്പം നമ്മൾ തേടണം. ഉം. അപ്പം അതിനെനിക്ക് എസ്പെഷ്യലി സ്ട്രോങ്ലി എന്നെ ധൈര്യം തന്നത് നമ്മളുടെ മലയാളത്തിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ആക്ടേഴ്സായ മമ്മൂക്ക ചാൻസ് ചോദിക്കുന്നു എന്ന് പബ്ലിക്കലി ആ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് അദ്ദേഹം പറഞ്ഞപ്പോഴാണല്ലോ മലയാളി അറിഞ്ഞത്. അതെ അദ്ദേഹത്തെ പോലെ ഉള്ള ആള് ആ ചാൻസ് അദ്ദേഹം പടമില്ലായിട്ട് അല്ല ചോദിക്കുന്നതല്ല, നല്ല അതെ വേഷങ്ങൾ അതെ കിട്ടാൻ, അതെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ടി നല്ലൊരു നമ്മൾ സിനിമ ഒരു എന്താ പറയുക രൂപപ്പെടാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു അല്ലേ? അതെ അപ്പോൾ അതെ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ കിട്ടാൻ. അതെ അപ്പോൾ അപ്പോഴാണ് നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങി, അദ്ദേഹം ആക്ട് ചെയ്യുന്നു, അപ്പോൾ അതൊരു നാണക്കേടുള്ള കാര്യമല്ല അല്ല എന്ന് എനിക്ക് ഒരു ഷെൽ ബ്രേക്ക് ആയത്. സൈജു കുറുപ്പ് ഒരു ഇന്റർവ്യൂ പറഞ്ഞു, കടയല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്, കടമല്ലല്ലോ ജോലി അവസരമല്ലേ. അല്ലേ, അതെ ഒരു ജോലി. തീർച്ചയായും. നമ്മൾ സി വി അപ്ലൈ ചെയ്യില്ല, അതെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും റെസ്യൂമേ കൊടുക്കാൻ പാടില്ലല്ലോ. അതെ നമുക്ക് അയക്കാൻ അഭ്യർത്ഥിക്കാൻ, ജോലി അഭ്യർത്ഥിക്കാൻ നമുക്കൊരു ജോലി ബുദ്ധിമുട്ടുണ്ട്. തരാമോ ആ, അതല്ല താടാന്നല്ലല്ലോ. അതെ തരാമോ ഒരു ഓഡിഷൻ അതുകൊണ്ട് ഞാൻ ഈ 2 പേര് കാരണമാണ് ഞാൻ എല്ലാവരോടും ഇന്നും കൂടെ ഞാൻ ചാൻസ് ചോദിച്ചിട്ടിരിക്കുക. യെസ്, അത് ഞാൻ ചെയ്യണം എന്ന് തന്നെ പറയുള്ളൂ. ആ എല്ലാ ആക്ടേഴ്സും ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. എല്ലാ ആക്ടേഴ്സും എന്നല്ല, ഏത് ജോലി ചെയ്യുന്നവരും. ആ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ആൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, ഒരു ജോലി ഉള്ള ആൾ നല്ല വേറെ ജോലി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ശ്രമിക്കുക.